സംസ്ഥാനത്ത് വൈദ്യുതി നിയന്ത്രണം തുടരുന്നു. രാത്രി 7 മണിക്ക് ശേഷം 15 മിനിറ്റ് മുതൽ അരമണിക്കൂർ വരെ നിയന്ത്രണമുണ്ടാകും. പവർ എക്സ്ചേഞ്ച് വഴി വൈദ്യുതി എത്തിക്കാനാണ് സർക്കാർ ശ്രമം. വൈദ്യുതി ഉപഭോഗം കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ച് 400 മുതൽ 500 MW വരെയാണ് വർദ്ധിക്കുന്നത്. ആഷിൻ ഡിയോഗോ ഈ വാർത്തയുടെ വിവരങ്ങൾ നൽകും. ആഷിൻ, അപ്പോൾ ഇന്നലെ രാത്രിയും ഈ 7 മണി എന്ന് പറയുമ്പോഴും രാത്രി നമ്മൾ ഉറങ്ങിക്കിടക്കുന്ന സമയത്തൊക്കെ 15 മിനിറ്റും അരമണിക്കൂറും ഒക്കെ കറണ്ട് പോകുന്നുണ്ട്. ഫുട്ബോൾ ലോകകപ്പ് നടക്കുന്ന സമയമാണ്. അത്തരത്തിൽ മറ്റൊരു ബുദ്ധിമുട്ട് കൂടിയുണ്ട്. ഈ മഴ കുറവാണ്, അല്ലെങ്കിൽ വൈദ്യുതി ലഭിക്കുന്നില്ല, ഉപഭോഗം കൂടുന്നു എന്നൊക്കെ ന്യായം പറയുന്നുണ്ട് നമ്മുടെ വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫ്. പക്ഷേ എന്താണ് ഇതിനൊരു പരിഹാരം? ഇതിപ്പോൾ കഴിഞ്ഞ 10 വർഷക്കാലം ഇത്തരത്തിലുള്ള ഒരു കറണ്ട് കട്ട് ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ സർക്കാർ മാറി വീണ്ടും വന്നു എന്ന് പറഞ്ഞ് LDF ഹാൻഡിലുകളൊക്കെ ഇത് ആഘോഷിക്കുന്നുണ്ട്. അപ്പോൾ ഒരു സ്ഥിരമായ ഒരു പരിഹാരം ഉണ്ടാവേണ്ട ആശയം. ഷിഹാസ്, തീർച്ചയായും സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഈ പ്രതിസന്ധി നേരത്തെ മുതൽ ഉണ്ടായിരുന്നു. ഈ കഴിഞ്ഞ സർക്കാരിന്റെ അവസാന കാലഘട്ടത്തിൽ പോലും അവരും ഒരു വൈദ്യുതി നിയന്ത്രണത്തിലേക്ക് കടന്നിരുന്നു എന്നുള്ളതാണ്. അതിന്റെ തുടർച്ചയായി തന്നെ ഇപ്പോഴും ആ ഒരു വൈദ്യുതി നിയന്ത്രണം തുടരുന്നു എന്നുള്ളത് മാത്രമാണ്. കഴിഞ്ഞ ദിവസവും വിവിധ ഇടങ്ങളിൽ രാത്രി 7 മണിക്ക് ശേഷം വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു എന്നുള്ളതാണ്. പലയിടങ്ങളിലും 20 മുതൽ അരമണിക്കൂർ വരെ ദൈർഘ്യത്തിലായിരുന്നു ഈ ഒരു വൈദ്യുതി നിയന്ത്രണം ഉണ്ടായിരുന്നത്. മാത്രമല്ല, നേരത്തെ തന്നെ വൈദ്യുതി നിയന്ത്രണം വന്ന സ്ഥലങ്ങളിൽ വീണ്ടും വൈദ്യുതി നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി 15 മിനിറ്റോളം വീണ്ടും ഈ ഒരു പവർ ഇല്ലാതിരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ഒരേയിടത്ത് തന്നെ 2 തവണയിലധികം ഇത്തരത്തിൽ വൈദ്യുതി ലഭിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. വൈദ്യുതി ബോർഡ് നിലവിൽ ഇപ്പോൾ പറയുന്നതനുസരിച്ച് എൽ നിനോ പ്രതിഭാസം കാരണം സംസ്ഥാനത്ത് മഴ അല്പം മാറി നിൽക്കുകയാണ്. മാത്രമല്ല, ആന്തരിക ഈ താപനില അത് ക്രമാതീതമായി ഉയരുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ വൈദ്യുതി ഉപഭോഗം വളരെയധികം കൂടുന്ന ഒരു സമയമാണിത്. പീക്ക് സമയങ്ങളിൽ വൈദ്യുതി നിയന്ത്രിക്കാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളതാണ് വൈദ്യുതി ബോർഡ് പറയുന്നത്. അതിന്റെ ഭാഗമായി തന്നെ 7 മണി മുതൽ വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തേണ്ട ഒരു സാഹചര്യമാണ് ഉള്ളത്. കഴിഞ്ഞ ദിവസം ഏതാണ്ട് 400 മുതൽ 500 മെഗാവാട്ട്സ് വരെ അധികം വൈദ്യുതി ഉപഭോഗമാണ് നടന്നിട്ടുള്ളത്. അതിന് മുന്നത്തെ ദിവസം 300 മുതൽ 400 മെഗാവാട്ടിന്റെ അധിക വൈദ്യുതി ഉപയോഗവും സംസ്ഥാനത്ത് നടന്നിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ മഴ കൂടി മാറി നിൽക്കുന്നതോടെ ഇനി കൂടുതൽ മഴ പെയ്യുകയോ അല്ലെങ്കിൽ പവർ എക്സ്ചേഞ്ച് വഴി കൂടുതൽ വൈദ്യുതി ഉറപ്പാക്കുകയോ ചെയ്താൽ മാത്രമേ ഒരു വൈദ്യുതി നിയന്ത്രണത്തിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയുന്ന സാഹചര്യം നിലവിൽ സംസ്ഥാനത്തുള്ളൂ എന്നുള്ളതാണ്. ഇന്നും സമാന രീതിയിൽ തന്നെ വൈദ്യുതി നിയന്ത്രണത്തിനുള്ള സാധ്യതയുണ്ട്. അതായത് അൺഒഫീഷ്യലായിട്ടുള്ള ഒരു ലോഡ് ഷെഡിംഗ് ആണ് നിലവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ഇന്നും തുടരാനുള്ള സാഹചര്യമുണ്ട്. മഴ പെയ്തില്ലെങ്കിലോ അല്ലെങ്കിൽ വൈദ്യുതി ഈ പവർ എക്സ്ചേഞ്ച് വഴി കൂടുതൽ വൈദ്യുതി ഉറപ്പാക്കുകയോ ചെയ്തില്ലെങ്കിൽ ഒരു പ്രതിസന്ധി തുടരുക തന്നെ ചെയ്യും എന്നുള്ളതാണ്. നേരത്തെ ഷിഹാസ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇനി വരും ദിവസങ്ങളിൽ വേൾഡ് കപ്പിന്റെ സെമി ഫൈനലുണ്ട്, അതുപോലെ തന്നെ ഫൈനലുണ്ട്. അതുകൊണ്ട് ആളുകൾ ഒന്നിച്ചിരുന്ന ഈ വേൾഡ് കപ്പ് അടക്കം വീക്ഷിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ആ സ്ഥലങ്ങളിലേക്ക് വൈദ്യുതി ലഭിച്ചില്ലെങ്കിൽ നമ്മൾ നേരത്തെ കണ്ടതാണ്, വൈദ്യുതി ഓഫീസിലേക്ക് അടക്കം യുവാക്കളെത്തി അവിടെ ഇരുന്ന് ഈ വേൾഡ് കപ്പ് ഫൈനലടക്കം കാണുന്ന ഒരു കാഴ്ച നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട്. സമാന രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങും എന്നുള്ളതാണ്. ഇതിനൊരു അടിയന്തര പരിഹാരം എന്നുള്ളത് പവർ എക്സ്ചേഞ്ച് വഴി കൂടുതൽ വൈദ്യുതി അത് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. മാത്രമല്ല, വൈദ്യുതി ഉൽപാദനം കൂട്ടുക എന്നുള്ളതല്ലാതെ മറ്റു മാർഗമില്ല എന്നുള്ളത് തന്നെയാണ്. പക്ഷേ നിലവിൽ ഇപ്പോൾ മഴ മാറി നിൽക്കുന്നതാണ് ഇതിൻ്റെ ഒരു പ്രതിസന്ധിയായി നിൽക്കുന്നത്. എന്തായാലും 7 മണിക്ക് ശേഷമുള്ള ഈ ഒരു അനൗദ്യോഗിക പവർ കട്ട് അത് തുടരുക തന്നെ ചെയ്യും. ഇന്നും വൈദ്യുതി നിയന്ത്രണത്തിലുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഷിഹാസ്, ശരി. ആഷിൻ ഡിയോഗയാണ് വിവരങ്ങൾ നൽകിയത്. അപ്പോൾ വൈദ്യുതി വകുപ്പിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു അടിയന്തര ഇടപെടൽ ഉണ്ടാവട്ടെ. നമുക്ക്